ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ഡിജിറ്റൽ വൽക്കരണത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ 65 ലക്ഷം പ്രോപ്പർട്ടി കാർഡുകൾ പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. ആഗോളതലത്തിൽ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ പ്രത്യാക്രമണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടുത്ത 2 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 6.5% അന്താരാഷ്ട്ര നാണ്യനിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. തിരുവനന്തപുരം പാറശാല ഷാരൂൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനലിൽ. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ബംഗളൂരുവിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ഡിജിറ്റൽ വൽക്കരണത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യയും സൽഭരണവും രാജ്യത്തെ കാർഷിക മേഖലയെ മികവുറ്റതാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഭൂരേഖകളുടെ ഡിജിറ്റൽ വൽക്കരണം സുതാര്യത വർദ്ധിപ്പിക്കുകയും ഭൂ അവകാശം ഉറപ്പാക്കുകയും ചെയ്തതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ 65 ലക്ഷം പ്രോപ്പർട്ടി കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യുന്ന പരിപാടി പുരോഗമിക്കുന്നു. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 50,000-ലധികം ഗ്രാമങ്ങളിലെ വസ്തു ഉടമകൾക്കാണ് പ്രധാനമന്ത്രി ഓൺലൈനായി പ്രോപ്പർട്ടി കാർഡ് നൽകുന്നത്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് സ്വത്തിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 31 മുതൽ ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ 31-ന് അഭിസംബോധന ചെയ്യും. ഫെബ്രുവരി 1-ന് ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദം 31 മുതൽ ഫെബ്രുവരി 13 വരെയും രണ്ടാം പാദം മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെയും നടക്കും. ആഗോളതലത്തിൽ പ്രതിരോധ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ പ്രത്യാക്രമണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ സങ്കീർണതകൾ വർദ്ധിച്ചുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2024-നെ അന്താരാഷ്ട്ര നാവിക സിവിലിയൻസ് വർഷമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ സിംഗ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. മുംബൈയിൽ 19ാമത് നാനി എ പാൽഖിവാല അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 5ാമത്തെ സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യ. ഉറച്ച നിലപാടുകളിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യ പ്രത്യേക സ്ഥാനം ഉറപ്പിച്ചതായും ഇന്ത്യയുടെ ഓരോ നീക്കവും ലോകരാജ്യങ്ങൾ പ്രതീക്ഷയോടെയാണ് നോക്കുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. We are already the 5th largest economy, likely to be the 3rd very soon. This is further enhanced by the scale of our talent and the difference it can make to creating trusted supply chains. Simply put, a world in transition has a greater need for what India has to offer. By any metric, India has visibly risen in the global pecking order, with the likelihood, as I said, of advancing even more. Its increasing activities are visible, but they should not mask the challenges we face. അടുത്ത 2 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 6.5% അന്താരാഷ്ട്ര നാണ്യനിധി. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളിൽ അതിവേഗം വളരുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും ഇന്നലെ പുറത്തുവിട്ട വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിൽ അന്താരാഷ്ട്ര നാണ്യനിധി വ്യക്തമാക്കുന്നു. ആഗോള വളർച്ചാ നിരക്ക് 2025-26 സാമ്പത്തിക വർഷത്തിലും 2026-27 സാമ്പത്തിക വർഷത്തിലും 3.3% പ്രവചിക്കുന്നു. എല്ലാ ബാങ്ക് അക്കൌണ്ടുകൾക്കും ലോക്കറുകൾക്കും നോമിനേഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ബാങ്കുകളോട് നിർദ്ദേശിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിരവധി അക്കൌണ്ടുകൾക്ക് നോമിനി ഇല്ല എന്ന് കണ്ടെത്തിയതായും നിക്ഷേപകരുടെ മരണശേഷം കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് നോമിനേഷൻ അത്യന്താപേക്ഷിതമാണെന്നും റിസർവ് ബാങ്ക് പറഞ്ഞു. കാലാനുസൃതമായി ഇത്തരം പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ബാങ്കുകളിലെ ഉപഭോക്തൃ സേവന കമ്മിറ്റികളോട് RBI നിർദ്ദേശിച്ചു. ഈ വർഷം മാർച്ച് 31 മുതൽ 3 മാസ ഇടവേളയിൽ RBIയുടെ ദക്ഷ് പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും കേന്ദ്ര ബാങ്ക് അറിയിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ആകെ 1521 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെയാണ് അവസാനിച്ചത്.
680 പത്രികകളാണ് ഇന്നലെ സമർപ്പിച്ചത്. ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ 40 പേരാണ് പത്രിക സമർപ്പിച്ചത്. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം. വോട്ടെടുപ്പ് അടുത്ത മാസം 5-നും വോട്ടെണ്ണൽ 8-നും നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 118ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനിലും പരിപാടി സംപ്രേഷണം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ ടീം ശ്രീലങ്കയെയും വനിതാ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തിയാണ് സെമി ഫൈനലിൽ എത്തിയത്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഹൈദരാബാദ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 5 മണിക്ക് ഹൈദരാബാദിലാണ് മത്സരം. രാത്രി 7:30 കൊച്ചിയിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക മാത്രമല്ല, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെയും പുനരുപയോഗത്തിന്റെയും വെല്ലുവിളികളെ നേരിടുന്നതിൽ ചെറുപ്പക്കാരെ പ്രചോദിപ്പിക്കുകയാണ് ശുചിത്വ ഉച്ചകോടി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും കേരളത്തിന്റെ സാമൂഹിക വികസനത്തിന് സമാനതകളില്ലാത്ത സംഭാവന നൽകുന്നതിലും നൂറ്റാണ്ടിലേറെ നീണ്ട കുടുംബശ്രീയുടെ ശ്രദ്ധേയമായ യാത്രയുടെ തിളക്കമാർന്ന സാക്ഷ്യമായി ഈ ഉച്ചകോടി നിലകൊള്ളുന്നു. സംസ്ഥാന സർക്കാർ വിഭാവന ചെയ്ത മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ മാലിന്യരഹിത കേരളം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ധീരമായ ചുവടുവയ്പ്പാണിത്. അതിന്റെ കാതലായി മാലിന്യ സംസ്കരണത്തിന്റെ എക്കാലത്തെയും പ്രശ്നം പരിഹരിക്കാനും വരും തലമുറയ്ക്ക് സുസ്ഥിരമായ ഭാവി വളർത്തിയെടുക്കുവാനും ഈ പ്രസ്ഥാനം ലക്ഷ്യമിടുന്നു. തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയുടെയും 3-ാം പ്രതിയായ നിർമ്മലകുമാറിന്റെയും ശിക്ഷാവിധിയിൽ കോടതി ഇന്ന് അന്തിമവാദം കേട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ഗ്രീഷ്മയ്ക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും തുടർ പഠനത്തിന് പോകണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ മന്ത്രി KB ഗണേഷ് കുമാറിന് അനുകൂലമായ ഫോറൻസിക് റിപ്പോർട്ട്. സ്വത്തുക്കൾ ഗണേഷ് കുമാറിന്റെ പേരിലാക്കിയ വിൽപത്രത്തിലെ ഒപ്പ് പിതാവും മുൻ മന്ത്രിയുമായ R ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പ് വ്യാജമാണെന്ന് ഗണേഷ് കുമാറിന്റെ സഹോദരി നേരത്തെ വാദം ഉന്നയിച്ചിരുന്നു. സത്യം തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചു. വായനക്കാർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മാധ്യമങ്ങൾ പക്ഷപാതപരമായ വിവരങ്ങൾ നൽകുന്നതാണ് യുവതലമുറ പത്രമാധ്യമങ്ങളിൽ നിന്ന് അകന്നുപോകുന്നതിന് കാരണമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ജന്മഭൂമി ദിനപത്രത്തിന്റെ കണ്ണൂർ എഡിഷൻ 18ാം വാർഷികാഘോഷവും TP മുകുന്ദൻ സ്മരണികയായ വന്ദേ മുകുന്ദം പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നാളെ വരെ അതിശൈത്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവരുടെ 300 കോടി രൂപ വിലമതിക്കുന്ന 142 സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് കേസ്. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് ബാന്ദ്രയിലെ വസതിയിൽ കുത്തേറ്റ സംഭവത്തിൽ മുംബൈ പോലീസ് ഒരാളെ ചോദ്യം ചെയ്തു. വാരിസ് അലി സൽമാനി എന്നയാളെയാണ് ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തത്. സംഭവസ്ഥലത്തെ CCTV ക്യാമറകളിൽ നിന്ന് ലഭിച്ച അക്രമിയുടെ ചിത്രവുമായി സാദൃശ്യമുള്ളതിനാലാണ് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തത്. ബുധനാഴ്ച രാത്രി കുത്തേറ്റ സെയ്ഫ് അലി ഖാൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പ്രയാഗ്രാജ് സന്ദർശിക്കും. ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുന്ന കേന്ദ്രമന്ത്രി നിരവധി പൂജകളിലും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ഡിജിറ്റൽ വൽക്കരണത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ 65 ലക്ഷം പ്രോപ്പർട്ടി കാർഡുകൾ പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. ആഗോളതലത്തിൽ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ പ്രത്യാക്രമണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടുത്ത 2 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 6.5% അന്താരാഷ്ട്ര നാണ്യനിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനലിൽ. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ബംഗളൂരുവിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയും നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.